Hello friends, welcome to S&SEpICs. അതായത് S&SEpICsലെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഞങ്ങൾ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള വീഡിയോകൾ ചെയ്യണമെന്ന് ഇങ്ങനെ ആഗ്രഹമുണ്ട്. അങ്ങനെയല്ല, 2 ഡിഫറെന്റ് ആയിട്ടുള്ള ഷോർട്ട് വീഡിയോസ് ഞങ്ങൾ ചെയ്തായിരുന്നു. അപ്പൊ അത് നിങ്ങൾ എല്ലാവരും കാണണം. അത് നല്ല അത്യാവശ്യം കുഴപ്പമില്ല എന്ന് എല്ലാവരും പറഞ്ഞായിരുന്നു. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ. വളരെ നന്ദിയുണ്ട്. അപ്പൊ ഇന്ന് പ്രത്യേകമായിട്ട് വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. പക്ഷെ സാധാരണ സ്റ്റെഫിയാണ് കുക്കിംഗ് വീഡിയോ ചെയ്യാറ്. ഞാൻ കുക്കിംഗ് വീഡിയോ ചെയ്യുമ്പോൾ എപ്പോഴും എനിക്ക് പറയാറുണ്ട് ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണെന്ന് ഇത്രയും കിടന്ന് വിഷമിക്കുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു പണി കൊടുത്താലോ എന്ന്. അപ്പൊ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഞാനല്ല, ഷൈൻജനാണ്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നല്ലേ. അപ്പൊ എന്തെങ്കിലും ഉണ്ടാക്കാൻ പോകുന്നത്? അതിന് മുമ്പ് ഒരു കാര്യം പറയുന്നത്, കുക്കിംഗ് വീഡിയോ ചെയ്യുന്ന സമയത്ത് ഞാനൊന്ന് കളിയാക്കിയിരുന്നു. അതായത് അവിടെ കറി വെന്ത് കഴിഞ്ഞു വന്നാലും ചിലപ്പോ പറഞ്ഞത് ശരിയായി തീർന്നിട്ടുണ്ടാവില്ല. അപ്പൊ ഞാൻ നിങ്ങളൊന്ന് ചെയ്തു നോക്കുന്നു. ഞാൻ പറഞ്ഞ എന്താണ് നമുക്കിപ്പോ ഒരു കുക്കിംഗ് വീഡിയോ ചെയ്യണമെന്ന് കുഴപ്പമെന്ന് വെച്ച് ആ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പൊ അതിൻ്റെതായ ചില അപാകതകളൊക്കെ കാണാൻ നമുക്ക് ശ്രമിച്ചു നോക്കാം. ചെറിയ അപകടമല്ല, വലിയ അപാകത. ശരി. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അങ്കമാലി മലയാറ്റൂർ സ്റ്റൈലില് അടിപൊളി ഒരു ഫിഷ് പൊള്ളിച്ചതാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അങ്കമാലി മലയാറ്റൂർ സ്റ്റൈലിൽ ഒരു അടിപൊളി ഫിഷ് ചെയ്യാൻ പോകുന്നത് കുട്ടനാട് സ്റ്റൈൽ ചെയ്താൽ മതി. അങ്കമാലി വേണ്ട. ഇവിടെ ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ പറ്റൂല. ആ ചമ്മന്തി ഉണ്ടാക്കാൻ അപ്പൊ പറയും കുട്ടനാട്. ഭാര്യ കുട്ടനാടുകാരിയാണ്. അപ്പൊ അതിന്റേതായ ഒരു ചെറിയ അഹങ്കാരം ആ കുട്ടനാടൻ പരിപാടികൾക്ക് ഉണ്ട്. അപ്പൊ ഇന്ന് എന്തായാലും മലയാറ്റൂർ അങ്കമാലി ഇന്ന് നമ്മൾ എന്തായാലും അങ്കമാലി മലയാറ്റൂര് മീൻകറി അല്ല ഫിഷ് പൊള്ളിച്ചാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മിക്സ് ചെയ്താലോ? കുറച്ച് അങ്കമാലി കുറച്ച് കുട്ടനാട്, അങ്ങനെയാണ് ഞാൻ ഓക്കെ. എന്നാ പിന്നെ നമുക്ക് ഇന്ന് അങ്കമാലി മലയാറ്റൂര് കുട്ടനാടൻ ഫിഷ് പൊള്ളിച്ചത് നല്ല അടിപൊളി വാഴയില് നമുക്ക് ഇന്ന് ഉണ്ടാക്കി നോക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഫിഷ് പൊള്ളിച്ചതിന്റെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പൊ ഫ്രണ്ട്സ് ഈ ഫിഷാണ് നമ്മൾ ഇന്ന് പൊള്ളിക്കാൻ പോകുന്നത്. ശരിക്കും കരിമീനാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നെ കരിമീൻ പൊള്ളിച്ചു കഴിഞ്ഞാൽ. പക്ഷെ കരിമീൻ ഞാൻ നോക്കിയിട്ട് എനിക്ക് കിട്ടിയില്ല. അപ്പൊ അതുകൊണ്ട് ശരി മേടിച്ചാലും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ അരമണിക്കൂർ മുമ്പ് മാറിനേറ്റ് ചെയ്ത് വെച്ച സാധനമാണിത്. അപ്പൊ നമുക്കിനി ഇതിന്റെ മാറിനേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 മീഡിയം സൈസ് ശേരിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വരഞ്ഞു കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് മാറിനേറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി എടുക്കാം. നമ്മൾ 2 മീൻ എടുക്കുന്നുണ്ട്. അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള മഞ്ഞപ്പൊടി എടുക്കാം. പിന്നെ ഇത്ര മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ അളവൊക്കെ ഓൾറെഡി നമ്മൾ ഇതിന്റെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമുക്ക് അതിന് ആവശ്യമുള്ളൊരു കുറച്ച് കുരുമുളക് പൊടി, 2 മീൻ ആവശ്യമുള്ള കുരുമുളക് പൊടി എടുക്കാം. കുറച്ച് നാരങ്ങ പിഴിഞ്ഞെടുക്കാം. നാരങ്ങ നന്നായിട്ട് പിഴിഞ്ഞ് വയ്ക്കണം. നാരങ്ങ ചേർക്കുന്നത് ഈ മീൻ നല്ല സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനിവിടെ ഒരു ഫുള്ള് നാരങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെളിച്ചെണ്ണയും ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മീനിൻ്റെ ഒക്കെ നല്ല ഈ വിടവിനകത്തേക്കൊക്കെ നന്നായിട്ട് പരത്തിയെടുക്കാം. അപ്പോൾ നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കപ്പോൾ ഒരു 2-3 കറിവേപ്പില നമുക്ക് ഇങ്ങനെയാണ് വയ്ക്കാം. അപ്പോൾ കൈമ തെറിക്കാണ്ട് നോക്കിയാൽ കൊള്ളാണ്ട് രക്ഷപ്പെടാം. ഇനി നമ്മൾ മാറിനേറ്റ് ചെയ്ത് വെച്ചാൽ മീൻ നമ്മൾ മീനൊക്കെ പൊള്ളിക്കുന്ന സമയത്ത് ഒരുപാട് ഡീപ്പ് ഫ്രൈ ചെയ്യരുത്. ഒരു 3/4 ഭാഗത്തോളം വേണ്ടാൽ മതി. കുറച്ച് നമുക്ക് മൂടി വെച്ചിട്ട് കഴിക്കാം. അപ്പോൾ നമ്മുടെ മീൻ ഏകദേശം റെഡി ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കാം. നമുക്കൊന്ന് തുറന്നു നോക്കിയിട്ട് ഒന്ന് മറിച്ചിട്ട് നോക്കാം.
ആഹാ സ്റ്റൈലായിട്ടുണ്ട്, കറക്റ്റാണ്. നമ്മൾ വിചാരിച്ച പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ സൈഡും കൂടി നമുക്ക് കുറച്ച് നേരം മൂടി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ മീൻ ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് മാറ്റി വെച്ചിട്ട് ഇനി പൊള്ളിക്കാനുള്ള മസാല നമുക്ക് റെഡിയാക്കി എടുക്കാം. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ ഇപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി കിടന്ന് പൊട്ടട്ടെ. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് സവാള ഇടാം. പിന്നെ 2 പച്ചമുളക് ഇടാം. ഇനി നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ സവാളയൊക്കെ അത്യാവശ്യം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ആയി കഴിയുമ്പോഴേക്കും നമുക്ക് കുറച്ച് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ചെറിയ ഉള്ളി ഇടാം. ഇതാണ് ശരിക്കും ഈ ഫിഷ് മസാലയുടെ ടേസ്റ്റിൻ്റെ ഒരു പ്രധാന ഭാഗം. ഉള്ളി നിങ്ങൾ എത്ര ചേർക്കുന്നോ അത്രയ്ക്ക് ടേസ്റ്റ് കൂടുന്നുണ്ട്. എന്നിട്ട് ഇത് രണ്ടും കൂടി നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പം നമ്മുടെ സവാളയും ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിന് ആവശ്യമായ പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 2 സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് മൂക്കുന്ന വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. നന്നായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. ഇപ്പോൾ നമ്മുടെ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു മീഡിയം സൈസ് തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം കേട്ടോ. നമുക്കിനി ഇതിലൂടെ ഒരു 2-3 ഐറ്റം കൂടി ചേർക്കാനുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1/2 സ്പൂൺ ഗരം മസാല, പിന്നെ ഒരു സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ. പിന്നെ അത്യാവശ്യം നല്ല എരിവ് ആവശ്യമുള്ളൊരു ഇച്ചിരി കൂടുതൽ കുരുമുളക് പൊടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങാപ്പാൽ കൂടി ഒഴിച്ച് കൊടുക്കാം. അതോടുകൂടി നമ്മുടെ മസാല റെഡിയാകും. ഇത് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങാപ്പാലും കൂടി ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ലൊരു ഗ്രേവി പരിവായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാല നമ്മുടെ മീനിലേക്ക് നന്നായിട്ട് അങ്ങ് തേച്ച് പിടിപ്പിക്കാം. നമ്മുടെ എല്ലാം നന്നായിട്ട് വാട്ടിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ നമ്മുടെ അടിപൊളി മസാല അങ്ങോട്ട് പുരട്ടി കൊടുക്കാം. ഇനി ഇതിൻ്റെ പുറത്തേക്ക് ചെറുതായിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഫ്രൈ ചെയ്ത് വെച്ചാണ് മീനങ്ങ് എടുത്ത് ഇതിൻ്റെ മേത്തേക്ക് ഇത് എങ്ങനെയാണ് വെക്കുക. ഇവിടെ 2ാമത്തെ മീനും കൂടി എടുത്ത് വെക്കുക. കിടക്കണ കിടപ്പ് കണ്ടാ.
ശരി പൊള്ളിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് സെർവ് ചെയ്യാം. അപ്പൊ നമ്മുടെ ശരി പൊള്ളിച്ച് നമുക്ക് തുറന്നു നോക്കാം. നല്ല ചൂടുണ്ട്. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയണത് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. പൊടിയിട്ടത് സ്റ്റെപ്പ് ആയിരുന്നു. അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ തന്നെ. അപ്പൊ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. കുറെ കൂടി നല്ല വെറൈറ്റി ആയിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.